ഗുരുഭ്യോ നമഃ. വിഘ്നേശ്വരായ നമഃ. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്വപ്നമാണ് സമർപ്പിക്കുന്നത്. എല്ലാവർക്കും ആ സാംബ സദാശിവൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. നാഗത്തളയിട്ട തമ്പുരാനേ, നാളുകളേറെയായി കാത്തിരിപ്പോ, നാൽവരെയുമൊപ്പം കാണുവാനായി, നാളുകളേറെയായി കാത്തിരിപ്പോ. അച്ഛനും അമ്മയും ഏട്ടന്മാരും അയ്യനും കൂടി അങ്ങെത്തിടുവാൻ, അയ്യോ നാളേറെയായി കാത്തിരിപ്പൂ, അടിയനെ കാണാനായി വന്നിടണേ. അച്ഛനും അമ്മയ്ക്കും മകളല്ലേ ഞാൻ, അയ്യനും മുരുകനും സോദരിയും. വിഘ്നേശ്വരനായ സോദരനോ, വിശ്വാസമുള്ളോരോ സോദരിയും. നാഗത്തളയിട്ട തമ്പുരാനേ, നാളുകളേറെയായി കാത്തിരിപ്പോ, ഇവരുമൊപ്പമീ കൊച്ചു വീട്ടിൽ എത്രയും വേഗമങ്ങെത്തിടണേ. മുക്കണ്ണനാകുന്ന താതനല്ലേ, മുഴുവനായി അറിയുന്ന കാര്യമല്ലേ. അച്ഛനും അമ്മയും വന്നില്ലെങ്കിൽ അരുമക്കിടാവിനുറക്കമുണ്ടോ? ആവോളം കാക്കുന്ന ഏട്ടന്മാരെ ആണ്ടിലെങ്കിലുമൊന്നു കണ്ടിടേണ്ടേ. നാഗത്തളയിട്ട തമ്പുരാനേ, നാളുകളേറെയായി കാത്തിരിപ്പോ. ഓംകാരമാകുന്ന പരമേശനും ശക്തിയായിടുന്ന പാർവതിയും, ഗജാനനാകുന്ന വിഘ്നേശനും മണികണ്ഠനാകുന്ന ശ്രീയ്യനും, ആറുമുഖനാകും ഷൺമുഖനും ആണ്ടിലൊരിക്കലായി വന്നിടണം. അടിയൻ്റെ മാടത്തിൽ വന്നിടണം. നാഗത്തളയിട്ട തമ്പുരാനേ, നാളുകളേറെയായി കാത്തിരിപ്പൂ.